സാർ, ഇപ്പം ഈ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. നമുക്ക് പാർക്കിങ്ങിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. ടൗണിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ എപ്പോഴും വ്യാപാരികൾ പറയുന്നത് കട്ടപ്പനയിൽ ആളുകൾ നിൽക്കാതെ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം അത്തരത്തിൽ അതിനൊക്കെ ഒരു പരിഹാരം കാണുവാനായിട്ട് അത്തരത്തിൽ നമുക്കറിയാം. ഇപ്പം ടൗണിലെ ഇപ്പോൾ ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പാറക്കടവിൽ നിന്നും നമ്മൾ പോരുന്ന ബൈപ്പാസ്, ആ ബൈപ്പാസ് പള്ളിക്കവര വരെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ ടൗണിൻ്റെ ഭാഗമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയെല്ലാം പുതിയ കെട്ടിടങ്ങൾ വെക്കുമ്പോൾ ആവശ്യത്തിന് ഫ്രണ്ടേജ് ഇട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഇട്ട് കെട്ടിടങ്ങൾ അങ്ങ് വെച്ചപ്പോഴേക്കും ബിസിനസ് അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ടൗണിനോ ചുറ്റുമുള്ള ഈ റോഡുകൾ എല്ലാം നമുക്കൊന്ന് വികസിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അടിമാലി തേക്കടി റോഡിൻ്റെ ഒരു ബൈപ്പാസ് വരുന്ന സമയത്ത് അത് വെള്ളയാങ്കുടിയിൽ നിന്ന് ഇറങ്ങി ഒന്നെങ്കിൽ അത് സുവർണഗിരി വഴിയോ അല്ലെങ്കിൽ നമുക്ക് ITI ജംഗ്ഷൻ വഴിയോ ഏത് വഴി വന്നു പോയാലും ആ ഒരു വഴിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥാപനങ്ങൾ ആ ഒരു ഇതിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ കട്ടപ്പനയിൽ സാധ്യമായ കാര്യമെന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ പാർട്ടി സിസ്റ്റം മാത്രമേ പറ്റത്തുള്ളൂ.